പൊങ്കൽ റിലീസിന് തമിഴകം ഒരുങ്ങിക്കഴിഞ്ഞു. വിജയ് ചിത്രം ജനനായകൻ എപ്പോൾ എത്തുമെന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടുമില്ല. ഇളയ ദളപതി ചിത്രം എപ്പോഴെത്തിയാലും വൻ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശിവകാർത്തികേയൻ നായകനായ പരാശക്തിയാണ് മറ്റൊരു പ്രധാന പൊങ്കൽ റിലീസ്. ഈ രണ്ട് ചിത്രങ്ങളുടെ രാഷ്ട്രീയവും സിനിമയ്ക്ക് പുറത്തുള്ള കരുനീക്കങ്ങളുമാണ് ഇപ്പോൾ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. കെമിസ്ട്രി പഠിച്ചവங்க ഉരുവാക്കുന്ന നെരുപ്പ് വേഗമായി എരിയും. തമിഴക വെട്രി കടകത്തിലൂടെ തമിഴക രാഷ്ട്രീയത്തിൽ ഓളം തീർത്ത വിജയ് തന്റെ അവസാന ചിത്രമായിരിക്കും ജനനായകൻ എന്ന സൂചന നേരത്തെ നൽകിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇളയ ദളപതിയുടെ അവസാന ചിത്രം വലിയ ആഘോഷമാക്കാനുള്ള ഒരുക്കത്തിലാണ് ആരാധകരും സിനിമാ ലോകവും. തമിഴക രാഷ്ട്രീയത്തിൽ സ്വാധീനമുറപ്പിക്കാനുള്ള പഞ്ച് ഡയലോഗുകളും ആദർശങ്ങളും ജനനായകനിൽ പ്രിയ നായകൻ ഉപയോഗിക്കുന്നത് ബോധപൂർവമാണ് എന്നാണ് വിലയിരുത്തലുകളും. ടീസറും ട്രെയിലറും വ്യക്തമാക്കുന്നതും അത് തന്നെ. തിരുമ്പിപ്പോർ ഐഡിയാവേ ഇല്ല. ഐ ആം കമ്മിങ്. DMK സർക്കാരിനോടുള്ള തുറന്ന പോരാട്ടം തന്നെയാണ് TVKയുടെ പ്രഖ്യാപിത ലക്ഷ്യവും. ഇവിടെയാണ് പരാശക്തി എന്ന ശിവകാർത്തികേയൻ ചിത്രത്തിലെ രാഷ്ട്രീയവും ശ്രദ്ധ നേടുന്നത്. ഹിന്ദി ഭാഷാവിരുദ്ധ പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ 1930 മുതൽ 60 വരെയുള്ള കാലയളവാണ് പീരിയഡ് ഡ്രാമ ഒരുക്കിയിരിക്കുന്നത്. സുധാ കൊങ്കര സംവിധാനം ചെയ്ത സിനിമ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഉദയവും ആധിപത്യവും കൃത്യമായി അടയാളപ്പെടുത്തുന്നു. 1952 പുറത്തിറങ്ങിയ ശിവാജി ഗണേശൻ ചിത്രം പരാശക്തിയെ പലതുകൊണ്ടും ഓർമ്മപ്പെടുത്തുന്നു ഈ സിനിമ. M. കരുണാനിധി തിരക്കഥയും സംഭാഷണവും ഒരുക്കിയ സിനിമയ്ക്ക് കൃത്യമായ രാഷ്ട്രീയമുണ്ടായിരുന്നു. പരാശക്തി വീണ്ടും എത്തുമ്പോൾ ജനനായകനുള്ള കൗണ്ടർ നെറേറ്റീവ് തന്നെയാകുന്നു ഈ സിനിമ. തമിഴ്നാട് ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിന്റെ അടുത്ത സുഹൃത്ത് ആകാശ് ഭാസ്കറിന്റെ ഡോൺ പിക്ചേഴ്സ് ആണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. ഉദയനിധി സ്റ്റാലിന്റെ തന്നെ റെഡ് ജെയിൻ മൂവീസ് ആണ് ചിത്രത്തിന്റെ വിതരണവും ഏറ്റെടുത്തിരിക്കുന്നത്. ജനുവരി 14 നിശ്ചയിച്ചിരുന്ന പരാശക്തിയുടെ റിലീസ് 10-ാം തീയതിയിലേക്ക് തിരക്കിട്ട് മാറ്റിയത് നേർക്കുനേർ ഏറ്റുമുട്ടാനുള്ള രാഷ്ട്രീയ നീക്കമായിട്ടാണ് വിലയിരുത്തൽ. H. വിനോദ് സംവിധാനം ചെയ്ത ബിഗ് ബഡ്ജറ്റ് സിനിമയായ ജനനായകന്റെ റിലീസ് സെൻസർ വിഷയവുമായി ബന്ധപ്പെട്ടാണ് വൈകുന്നത്. ബോളിവുഡ് താരം ബോബി ഡിയോൾ വില്ലനായെത്തുന്ന സിനിമയിൽ പൂജ ഹെഗ്ഡെയാണ് നായിക. മലയാളികളുടെ പ്രിയ താരം മമിത ബൈജു വിജയുടെ സഹോദരിയായും എത്തുന്നു. ഗൗതം വാസുദേവ് മേനോൻ, പ്രകാശ് രാജ്, പ്രിയാമണി, നരേൻ തുടങ്ങിയ വമ്പൻ താരനിരയും ചിത്രത്തിന്റെ ഭാഗമാണ്. കെവിൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ വെങ്കിട് K. നാരായൺ നിർമ്മിക്കുന്ന സിനിമയിൽ അനിരുദ്ധ് രവിചന്ദ്രൻ ഒരുക്കിയ ഗാനങ്ങളൊക്കെയും ഹിറ്റായി കഴിഞ്ഞു. മാസ് ആക്ഷൻ സീക്വൻസുകൾ, പഞ്ച് ഡയലോഗുകൾ, ഇളയ ദളപതിയുടെ പതിവ് ഫോർമാറ്റിൽ തന്നെയാണ് ജനനായകൻ. പേര് പോലെ വിജയ് തമിഴകത്തിന്റെ ജനനായകനായി മാറുന്നതിന്റെ മുന്നൊരുക്കവും സിനിമ സമർത്ഥമായി പറയുന്നു. പരാശക്തി എന്ന ശിവകാർത്തികേയന്റെ പീരിയഡ് ഡ്രാമ ചിത്രം നേർക്കുനേർ വരുമ്പോൾ വാഴുന്നവന്റെയും വീഴുന്നവന്റെയും രാഷ്ട്രീയം തന്നെയാണ് ചർച്ചയാകുന്നത്.